അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിൽ ആനന്ദം. ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം. ഓ എൻ ജീവന്റെ ആധാരം. സുഭാഷിതം. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുന്നത്, ഇസ്രായേൽ മൂപ്പന്മാർ ചിലർ യഹോവയുടെ അരുളപ്പാട് ചോദിപ്പാനായി യെഹെസ്കേലിന്റെ അടുക്കൽ വന്നു. ദൈവം യെഹെസ്കേലിൽ കൂടെ അവരോട് സംസാരിക്കുകയും ദൈവത്തിന് അവരോടുള്ള അപ്രീതിയെ കുറിച്ച് വെളിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ അധ്യായത്തിന്റെ പ്രധാന ഭാഗം. എന്നിരുന്നാലും സ്നേഹവാനായ ദൈവം തന്റെ മക്കൾ നശിച്ചു പോകുന്നതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് മടങ്ങിവരുന്ന ഒരു ശേഷിപ്പിനെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും അവരെ സൗരഭ്യവാസനയായി സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ള അരുളപ്പാടുകളോടുകൂടിയാണ് അധ്യായം അവസാനിക്കുന്നത്. 44-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ ദോഷമായുള്ള വഴികൾക്ക് തക്കവണ്ണമല്ല, നിങ്ങളുടെ വഷളായുള്ള പ്രവൃത്തികൾക്ക് തക്കവണ്ണവുമല്ല, എന്റെ നാമനിമിത്തം തന്നെ ഞാൻ നിങ്ങളോട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. Then you shall know that I am the Lord, when I have dealt with you for my name's sake, not according to your wicked ways, nor according to your corrupt doings, O house of Israel, says the Lord. ഈ വാക്യം തന്റെ ജനങ്ങളോടുള്ള ദൈവത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയാണ് പ്രതിഫലിപ്പിക്കുന്നത്. പരാജയങ്ങൾക്കിടയിലും ഭാവി പുനഃസ്ഥാപനത്തിനുള്ള ഊന്നൽ നൽകുകയാണ് ഇവിടെ. പ്രിയമുള്ളവരെ, മനുഷ്യനെ സൃഷ്ടിച്ച പരമാധികാരിയായ ദൈവത്തിന് മാത്രമേ അവന്റെ അവസ്ഥകൾ അറിഞ്ഞ് മനുഷ്യനെ പുനർജീവിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ യാതൊരു പ്രവർത്തനങ്ങൾ കൊണ്ടും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല. ദൈവം ആരാണെന്നുള്ള അറിവ് നമുക്കുണ്ടാകണം. മനുഷ്യന്റെ ഏതവസ്ഥയിലും സ്വീകരിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. ദോഷമായുള്ള വഴികൾക്കും വഷളായുള്ള പ്രവർത്തനങ്ങൾക്കും വിരാമമിടുവാൻ നാം തീരുമാനമെടുക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതായി കാണുവാൻ കഴിയും. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. പാപത്തിന്റെ പ്രായശ്ചിത്തം സ്വീകരിക്കാത്തവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് 2 പത്രോസ് 2:9 രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതികെട്ടവരെ, വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാകുന്നു. ആകയാൽ ന്യായവിധിയിൽ അകപ്പെടാതെ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്കൊരു ശിക്ഷാവധിയുമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ വസിപ്പാനും ജീവിപ്പാനും നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങൾ ന്യായവിധിയിൽ അകപ്പെട്ടു പോകാതെ അവിടുന്ന് അടിയങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന വഴിയിൽ കൂടെ നിത്യജീവൻ പ്രാപിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ക്രൂശിൽ